Hello guys, welcome to our channel. Do you know ആക്ടിവിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Do you know ആക്ടിവിറ്റിയിലെ 4 ഭാഗങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇത് 5ാമത്തെ ഭാഗമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്രോസറീസ് ആണ്. എന്താണ് ഗ്രോസറീസ് എന്ന് അറിയാമോ? പലചരക്ക് സാധനങ്ങൾ. ഇതെന്താണെന്ന് അറിയാമോ? ഗോതമ്പ്. ഇംഗ്ലീഷ് പറയുന്ന പേര് വീറ്റ് എന്നാണ്. ഇതാണ് ഗോതമ്പ് പൊടി. ഇത് നമ്മൾ നേരത്തെ കണ്ട ഗോതമ്പിന്റെ പൊടിയാണ്. ഇതാണ് വീറ്റ് ഫ്ലവർ. ഇതുകൊണ്ടാണ് ചപ്പാത്തി ചുടുന്നത്. നോക്കൂ, ഇതാണ് കറുവപ്പട്ട. ഇത് ചിക്കനിലൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ പേര് സിന്നമൺ. ഇത് നെയ്യാണ്. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഗീ എന്നാണ്. ഇതെന്താണെന്ന് അറിയാമോ? മുളക് പൊടി. ഇതിന്റെ ഇംഗ്ലീഷ് പേരാണ് ചില്ലി പൗഡർ. ഇത് കാപ്പിപ്പൊടി. നമ്മൾ കുടിക്കുന്ന കാപ്പിയിലെ കാപ്പിപ്പൊടിയാണ് ഇട്ടത്. കാപ്പിപ്പൊടിന്റെ ഇംഗ്ലീഷ് പേര് കോഫി പൗഡർ. ഇതിന്റെ പേര് നിങ്ങൾക്കറിയുമോ? ഇത് നമ്മൾ കറിയിൽ ചേർക്കുന്ന മഞ്ഞപ്പൊടിയാണ്. ഇതിന്റെ ഇംഗ്ലീഷ് പേര് ടർമറിക് പൗഡർ. ഇത് ഏലക്കായ. പായസത്തിലിടുന്ന ഏലക്കായ. ഏലക്കായയുടെ ഇംഗ്ലീഷ് പേര് കാർഡമം. ഇത് നമ്മുടെ സ്വന്തം ചായപ്പൊടിയാണ് കേട്ടോ. ചായപ്പൊടിയുടെ ഇംഗ്ലീഷ് പേര് ടീ പൗഡർ. ഇത് മല്ലിപ്പൊടി. ഇതിന്റെ ഇംഗ്ലീഷ് പേര് കൊറിയാണ്ടർ പൗഡർ. ഇത് നമ്മുടെ സ്വന്തം കുരുമുളക് പൊടി. കുരുമുളക് പൊടിന്റെ ഇംഗ്ലീഷ് പേര് പെപ്പർ പൗഡർ. ഇത് ജാതിക്ക. ഇത് നമ്മള് ചിക്കനിലൊക്കെ ഇടുന്ന നട്ട്മഗ് ആണ് കേട്ടോ ഇതിന്റെ ഇംഗ്ലീഷ് പേര്. Hello guys, my name is Amvi. Do you know ആക്ടിവിറ്റിന്റെ മറ്റേ 4 എല്ലാവരും കണ്ടോ? ഇതെന്താണെന്ന് അറിയാമോ? ഇത് നമ്മൾ സാമ്പാറിൽ ഇടുന്ന കായ. കായത്തിന്റെ ഇംഗ്ലീഷ് പേര് അസഫോയിറ്റഡ് പൗഡർ. ഇതെന്താണെന്ന് അറിയാമോ? എള്ള്. എള്ളിന്നാണ് നല്ലെണ്ണ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഇംഗ്ലീഷ് പേര് സെസമേ സീഡ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് മല്ലി. ഇത് മല്ലിയാണ്. ഇതിന്റെ ഇംഗ്ലീഷ് പേര് കൊറിയാണ്ടർ. ഇത് മുതിര. മുതിരയുടെ ഇംഗ്ലീഷ് പേര് ഹോസ് ഗ്രാം. ഇത് ചെറിയ ജീരകം. ഇതിന്റെ ഇംഗ്ലീഷ് പേര് കുമിൻ സീഡ്. ഇത് ദോശയിൽ ചേർക്കുന്ന ഉഴുന്നാണ് കേട്ടോ. ഉഴുന്നിന്റെ ഇംഗ്ലീഷ് പേര് ബ്ലാക്ക് ഗ്രാം. ഇതെന്താണെന്ന് അറിയാമോ? ഗ്രാമ്പൂർ. ഗ്രാമ്പൂരിന്റെ ഇംഗ്ലീഷ് പേര് ക്ലോവ്. ഇത് വലിയ ജീരകമാണ്. ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഫെനൽ. ഇത് ഉലുവയാണ്. ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഫെനുഗ്രീക്ക്. ഇത് കടുകാണ്. ഇതിന്റെ ഇംഗ്ലീഷ് പേര് മസ്റ്റാർഡ് സീഡ്. My name is Ashriga. ഇത് ഉപ്പ്. ഉപ്പിന്റെ ഇംഗ്ലീഷ് പേര് സാൾട്ട്. ഇത് നമ്മൾ അരിയാണ് കേട്ടോ. അരിയുടെ ഇംഗ്ലീഷ് പേര് റൈസ്. നമ്മൾ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കേട്ടോ. പഞ്ചസാരയാണ്. പഞ്ചസാര ഇംഗ്ലീഷ് പേര് ഷുഗർ. ഇതാണ് നല്ലെണ്ണ. എള്ള് ആട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്.
നല്ല എണ്ണയും ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇതാണ് സസമ ഓയിൽ. ഹലോ ഗൈസ്, ഇതാണ് വെളിച്ചെണ്ണ. ഇത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. തേങ്ങ ആട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയുടെ ഇംഗ്ലീഷ് പേര് കോക്കനട്ട് ഓയിൽ. ഇതാണ് ശർക്കര. ശർക്കരന്റെ ഇംഗ്ലീഷ് പേര് ജാഗരി. ഇതാണ് സാമ്പാർ പരിപ്പ്. പരിപ്പിന്റെ ഇംഗ്ലീഷ് പേര് ദാൽ. ഇതാണ് മമ്പയർ. ഇതിന്റെ ഇംഗ്ലീഷ് പേര് കൗപ്പി. മൈ നെയിം ഈസ് അമേയ. ഇതാണ് ഉണക്കമുളക്. ഇതിനെ ഡ്രൈ ചില്ലി എന്ന് പറയും. ഇത് പട്ടാണി കടല. ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഗ്രീൻ പീസ്. ഇത് ചെറുപയർ. ചെറുപയറിന്റെ ഇംഗ്ലീഷ് പേര് ഗ്രീൻ ഗ്രാം. ഇതാണ് കറി വെക്കുന്ന കടല. കടലയുടെ ഇംഗ്ലീഷ് പേര് ബംഗാളി ഗ്രാം. ഇതാണ് കുരുമുളക്. ഇതിനെ ഇംഗ്ലീഷ് പറയുന്ന പേരാണ് പെപ്പർ. ഇതാണ് അരിപ്പൊടി. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് റൈസ് ഫ്ലോർ. ഇതാണ് നിലക്കടല. ഈ കടലയുടെ ഇംഗ്ലീഷ് പേര് പീനട്ട്. ഇത് നമ്മൾ വറുത്ത് തിന്നുന്ന കടലയാട്ടോ. ഇതോടുകൂടി ഗ്രോസറീസ് ഐറ്റങ്ങൾ കഴിയുകയാണ്. അടുത്ത ഡു യു നോ ആക്ടിവിറ്റി ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായോ? ലൈക്ക് ചെയ്യണേ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ.